ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഡ്രീം ബിയോണ്ട് ഇൻഫിനിറ്റി. ഞാനില്ലേ ഇത് തുടങ്ങിയപ്പോൾ മുതലേ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് ടൈം അതിൻ്റെ ഇമ്പോർട്ടൻസ് വെച്ചിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന്. പക്ഷെ അതിന് പറ്റിയ തീമും ഇതൊന്നും കിട്ടാത്തതുകൊണ്ട് അതങ്ങനെ ലേറ്റ് ആയിപ്പോയി. അപ്പം ഇങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ഒരു സ്റ്റോറി കിട്ടി. അപ്പം അത് പക്ക കറക്റ്റാണ്. അപ്പം അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരിടത്തൊരു പാവപ്പെട്ടൊരു മനുഷ്യനുണ്ടായിരുന്നു കേട്ടോ. അയാളെ ലൈഫിൽ രക്ഷപ്പെടാൻ വേണ്ടി എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തു, പക്ഷെ അതൊന്നും ശരിയായില്ല. അങ്ങനെ അയാൾ രാജാവിൻ്റെ അടുത്ത് പരാതി പറഞ്ഞു, ജീവിതത്തിൽ ഇങ്ങനെ തോൽക്കിട്ട് പോവാണ്, ഒന്നും ശരിയാവുന്നില്ല എന്ന്. അപ്പൊ രാജാവ് പറഞ്ഞു, ശരി, ഞാൻ നിനക്കൊരു ചാൻസ് തരാം. വൈകുന്നേരത്തിനുള്ളിൽ നീ വന്നിട്ട് എൻ്റെ ഖജനാവിന്ന് നിനക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുക്കാം, സ്വർണം പണം എന്താണെങ്കിലും നിനക്ക് എടുക്കാം, പക്ഷെ അത് വൈകുന്നേരത്തിന്റെ മുന്നേ എടുക്കണം എന്ന് പറഞ്ഞു. അയാൾക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. അങ്ങനെ അയാള് ഇത് ഭാര്യനോട് പറയാൻ വേണ്ടി വീട്ടിൽ പോയി. അവിടെ എത്തിയപ്പോഴാണ് ഭാര്യ പറയുന്നത്, ഏതായാലും അത്രയും സമയമായില്ല, അപ്പൊ ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോവാന്ന് പറഞ്ഞു. അങ്ങനെ അപ്പൊ അയാൾ ചിന്തിച്ചു നോക്കി, ഇനിയിപ്പം ഭക്ഷണം കഴിക്കുമ്പോൾ സമയം പോവോ? ഭക്ഷണം കഴിക്കാൻ ഇപ്പൊ അത്ര സമയം വേണോ? വൈകുന്നേരം വരെ സമയമില്ലേ? അങ്ങനെ പോവുണ്ടാവില്ല, അതുകൊണ്ട് ഭക്ഷണം കഴിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ അയാൾക്ക് ഒരു ഉറക്കം പതിവുള്ളത് അരമണിക്കൂർ. അങ്ങനെ അയാൾ അരമണിക്കൂർ ഉറങ്ങാനും കിടന്നു. അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞ് അയാൾ ഒരു കവറൊക്കെ എടുത്ത്, സ്വർണവും പണമൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു കവറൊക്കെ എടുത്തിട്ട് അയാൾ അങ്ങനെ പോകാൻ തുടങ്ങി. വഴിയിലെത്തിയപ്പോൾ അയാൾക്ക് ഭയങ്കര ക്ഷീണം. അപ്പം എന്താ ചെയ്യുക, കുറച്ച് വിശ്രമിച്ചാലോ? അയാൾ ആലോചിച്ച് നോക്കി, ഇനി സമയം ഇഷ്ടംപോലെ ഉണ്ട്, അപ്പോൾ കുറച്ച് വിശ്രമിച്ചിട്ടൊക്കെ പോവാന്ന് വിചാരിച്ചിട്ട് അയാൾ കുറച്ച് അധികം നേരം വിശ്രമിച്ചു. അത് വിശ്രമം കഴിഞ്ഞിട്ട് അയാൾ കൊട്ടാരത്തിലോട്ട് പോയപ്പോഴത്തേന് സമയം കഴിഞ്ഞിരുന്നു, വൈകുന്നേരം ആയി കഴിഞ്ഞിരുന്നു. അങ്ങനെ അയാൾക്ക് അയാളുടെ ലൈഫ് കിട്ടിയ ഏറ്റവും നല്ലൊരു ചാൻസ് അയാൾ മിസ് ചെയ്തു. നമ്മളുടെ ലൈഫ് ഇങ്ങനെ തന്നെയാണ്. നമ്മൾക്ക് സ്വപ്നങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, ഗോളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളുടെ സമയം പാഴാക്കാതെ ചിലവഴിച്ചേ പറ്റുള്ളൂ. നമ്മൾ ഇന്ന് നമ്മൾ ചിലവഴിക്കുന്ന സമയമാണ് നാളത്തെ നമ്മളുടെ ജീവിതം എങ്ങനെയാണെന്ന് തീരുമാനിക്കുന്നത്. അപ്പം അത് നമുക്ക് ജീവിതത്തിന് ഉപകാരപ്രദമായ രീതിയിൽ ചിലവഴിച്ചേ പറ്റുള്ളൂ. എല്ലാവരും പറയാറുണ്ട് 24 മണിക്കൂറാണ് എല്ലാവർക്കും ഉള്ളത് കേട്ടോ. പക്ഷെ ചില ആൾക്കാർ പറയും ഒന്നിനും സമയമില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന്. അങ്ങനെയുള്ളവരോട് ഒരു കാര്യം പറയാനുള്ളത്, എല്ലാവർക്കും 24 മണിക്കൂർ മാത്രമാണുള്ളത്. പക്ഷെ എങ്ങനെയാണ് ആ സമയം ചെലവഴിക്കുന്നത് എന്നുള്ളത് നിങ്ങളെ മെൻറ്റാലിറ്റി അനുസരിച്ചാണ്. നമ്മളുടെ മനസ്സാണ് ശരിക്കും നമ്മളുടെ സമയം തീരുമാനിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ട്, ബോറടിക്കുമ്പോൾ നമുക്ക് സമയം ഇങ്ങനെ ഇഴഞ്ഞു പോവായിരിക്കും. നമ്മളൊരു കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ സമയം ഇങ്ങനെ പതിയാണ് പോവുക. പക്ഷെ നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ സമയം അങ്ങ് പെട്ടെന്ന് പോവില്ലേ? അപ്പോൾ സമയമില്ല എന്ന് പറയുന്ന ആൾക്കാരോട് പറയാനുള്ളത് ഒരൊറ്റ കാര്യം മാത്രമാണ്, എല്ലാവർക്കും 24 മണിക്കൂർ തന്നെയാണ്. അത് നമ്മളുടെ മെൻറ്റാലിറ്റി അനുസരിച്ചിരിക്കും. നമ്മൾ എങ്ങനെയാണ് സമയത്തേക്ക് നോക്കി കാണുന്നത് അതനുസരിച്ചിരിക്കും സമയം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. പിന്നെ സമയം എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത്, അത് ആ 4D ടെക്നിക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അത് നിങ്ങളുടെ അടുത്ത് പറയാമെന്ന് വിചാരിച്ചു. എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റത്തെ കാര്യം, നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമുക്ക് ലൈഫിൽ ചെയ്തേ പറ്റുള്ളൂ. ഏറ്റവും ടഫായിട്ടുള്ള ടാസ്ക് അത് അപ്പം തന്നെ ചെയ്യാം, ഡു ഇറ്റ് നൗ. പക്ഷെ ചില കാര്യങ്ങളുണ്ടാവും, നമുക്ക് ഇപ്പം ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, കുറച്ച് കഴിഞ്ഞ് ചെയ്താൽ മതി എന്നല്ല. അങ്ങനത്തെ കാര്യങ്ങൾ ഡിലേ ചെയ്യാം. വേറെ ചില കാര്യങ്ങളുണ്ടാവും, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്നില്ല, മറ്റുള്ളവർ ആരെങ്കിലും ചെയ്താൽ മതി. അങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യാൻ കൊടുക്കുക, ഡെലിഗേറ്റ്. പിന്നെന്താ, അടുത്തടി, അതായത് ഡിലീറ്റ്. നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് സമയത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ. നമുക്ക് ഉപകാരപ്രദമല്ലാത്ത ആളുകളുണ്ടാവും, ഉപകാരപ്രദമല്ലാത്ത കാര്യങ്ങളുണ്ടാവും. അതിനെയൊക്കെ ഡിലീറ്റ് ചെയ്യാൻ പഠിക്കുക, അതിനെയൊക്കെ ഒഴിവാക്കാൻ പഠിക്കുക. ഒരുപക്ഷെ നമ്മളുടെ ജീവിതം എങ്ങനെയാണെന്ന് തീരുമാനിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെയാണ്. അപ്പം ആ 4D എപ്പോഴും ഓർത്തിരിക്കുക, സമയം മാനേജ് ചെയ്യാൻ പഠിക്കുക. സമയം ജീവിതത്തിന് ഉപകാരപ്രദമാവുന്ന രീതിയിൽ നിങ്ങൾക്കൊക്കെ ചെലവഴിക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവരും സ്വപ്നങ്ങളൊക്കെ നേടുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഒരു കുഞ്ഞു വീഡിയോ ആണ്, അത് ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. അതിനു മുമ്പ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെന്താ, ഈ ലിങ്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നും ഞാൻ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.
ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക്